വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരത്തിലേക്കാണ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ മുഖ്യാതിഥിയായി എത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി നടത്തുന്ന റോഡ് ഷോ തുടങ്ങിയിരിക്കുന്നു. റോഡ് ഷോയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാജസ്ഥാനിലെ ജയ്പൂരിലാണ് റോഡ് ഷോ പുരോഗമിക്കുന്നത്. ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വലിയൊരു ജനക്കൂട്ടത്തെ കാണാം പാതയുടെ ഇരുവശത്തും, പ്രധാനമന്ത്രിയെ കാണാൻ. ഒപ്പം ഇമ്മാനുവൽ മാക്രോൺ നമ്മുടെ അതിഥി കൂടിയുണ്ട്. വിവരങ്ങൾ എന്തെല്ലാമാണ് അച്യുതൻ? 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മുഖ്യാതിഥിയായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ജയ്പൂരിലാണെന്ന് ഉച്ചയോടുകൂടി വിമാനമിറങ്ങിയത്. അതിനുശേഷം ഈ വിദ്യാർത്ഥികളോട് സംവദിക്കുകയുണ്ടായി. ഇദ്ദേഹത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയും ഒപ്പം വിദേശകാര്യമന്ത്രി ജയശങ്കറും ചേർന്നാണ് സ്വീകരിച്ചത്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പം മുൻപാണ് അവിടെ ജയ്പൂരിലെത്തിയത്. തുടർന്ന് അദ്ദേഹവുമായി ഒരു ചെറിയ സൗഹൃദ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ജയ്പൂരിൽ ഈ റാലി ഇപ്പോൾ മാക്രോൺ നടത്തുന്നത്. റാലിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പ്രതിരോധ രംഗത്തിനടക്കം വരുന്ന ദിവസങ്ങളിൽ പല ധാരണകളിലേക്ക് എത്തുവാൻ കൂടി ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. എന്തായാലും ആ റോഡ് ഷോയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചേർന്നുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ ജയ്പൂരിൽ പുരോഗമിക്കുന്നത്. റോഡ് ഷോ പുരോഗമിക്കുന്നത് അച്യുതൻ, സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ എന്ന് പറഞ്ഞാൽ വലിയ ആവേശം ഉണ്ടാക്കുന്നതാണ്. കേരളത്തിൽ നടന്നപ്പോഴാണെങ്കിലും നമ്മൾ കണ്ടതാണ്. വലിയൊരു ജനാവലി തന്നെ പ്രധാനമന്ത്രിയെ കാണാൻ ഉണ്ടാകാറുണ്ട്. അതുപോലെ പ്രധാനമന്ത്രിയും പലപ്പോഴും സുരക്ഷാ നിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങൾ ഒക്കെ ഉള്ളപ്പോഴും പലപ്പോഴും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രവണത അത് കാണാറുണ്ട്. അങ്ങനെ അത് വലിയ ആവേശത്തിലേക്ക് ജനങ്ങൾ എത്താറുമുണ്ട്. പലപ്പോഴും സെൽഫി എടുക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടാണോ കാര്യങ്ങൾ പോകുന്നത്? സ്മിത, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ പടിവാതിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ നിമിഷങ്ങളെയും വോട്ടാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സാധാരണ ഈ അസാധാരണമായിട്ടുള്ള ഇത്തരം റോഡ് ഷോകൾ പോലും ഇപ്പോൾ കാണേണ്ടി വരുന്നത്. കാരണം കഴിഞ്ഞ തവണ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു ഈ മുഖ്യ അതിഥിയായി എത്തിയത്. പക്ഷെ അന്ന് അത്തരം ഒരു റോഡ് ഷോ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇത്തവണ ഈ ഫ്രഞ്ച് പ്രസിഡന്റ് മുഖ്യാതിഥിയായി എത്തുമ്പോൾ അദ്ദേഹത്തെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റോഡ് ഷോ, അതാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു പ്രചാരണം കൂടിയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രചാരണം കൂടിയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ റോഡ് ഷോകൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ചാണെങ്കിൽ പ്രധാനമന്ത്രിയും അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റും ഒരുമിച്ച് ചേർന്നുള്ള ഒരു റോഡ് ഷോയാണ്. ഒരുപാട് പ്രവർത്തകർ ഇത് കാണുവാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് ജയ്പൂരിൽ ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് രാവിലെ മുതൽ തന്നെ സജ്ജമാക്കിയിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്നതൊരു പ്രസിഡന്റാണ്, ഒപ്പം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ചേർന്നുള്ള റോഡ് ഷോയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഡൽഹിയിലും പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിനത്തോട് അടുത്തത് കൊണ്ട് തന്നെ വലിയ സുരക്ഷാ വലയത്തിലാണ് രാജ്യ തലസ്ഥാനവും ഉള്ളത്. ഇതിനോടകം ഏതാണ്ട് 14,000-ൽ പരം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഡൽഹിയുടെ പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുള്ള കമാൻഡോകൾ, അതുപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ മുഖ്യ അതിഥിയായി എത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് റോഡ് ഷോയിൽ. രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഈ റോഡ് ഷോ പുരോഗമിക്കുന്നത്. ആർ അച്യുതനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ബീഹാറിൽ വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ. ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയായി ബീഹാറിൽ വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ. മുഖ്യമന്ത്രി നിതീഷ് കുമാർ NDAയിലേക്കെന്ന് സൂചനകളെത്തുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിതീഷ് കുമാറുമായി ഫോണിൽ സംസാരിച്ചെന്നാണ് വിവരങ്ങൾ. JDU MLA-മാരെ പട്നയിലേക്ക് വിളിപ്പിച്ചെന്ന വിവരവും വരുന്നുണ്ട്. മുതിർന്ന JDU നേതാക്കൾ നിതീഷ് കുമാറിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിനായി മഹാസഖ്യത്തിലും തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. RJDയുടെ ഉന്നതതല യോഗം റാബ്രി ദേവിയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. അതേസമയം നിതീഷ് കുമാർ NDAയിലേക്ക് മടങ്ങിയെത്തുമെന്ന റിപ്പോർട്ട് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് തള്ളി.
അതിനിടെ നിതീഷിനെ വിമർശിച്ച് ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ രംഗത്തെത്തി. കാറ്റുപോലെ രാഷ്ട്രീയം മാറുന്ന സോഷ്യലിസ്റ്റ് നേതാവാണ് നിതീഷ് കുമാർ എന്നായിരുന്നു വിമർശനം. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് വിഭജന തർക്കങ്ങൾ. അതിൽ ഒരു ഐക്യത്തിലെത്താൻ പലപ്പോഴും പറ്റുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഒരു പടി എന്നുള്ള നിലയിൽ വലിയൊരു തിരിച്ചടിയാകുമോ നിതീഷ് കുമാറിൻ്റെ ഈ ഒരു നീക്കം? ഇക്കാര്യത്തിൽ ഉറപ്പുണ്ടോ? ഈ അനുനയ ശ്രമങ്ങൾ, നീക്കങ്ങൾ അതെങ്ങനെ പുരോഗമിക്കുന്നു? സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യ മുന്നണിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ പ്രശ്നങ്ങൾ. ഇന്ത്യ മുന്നണിയുടെ എന്ന ആശയം തന്നെ മുന്നോട്ട് വെച്ച് അതിന് മുന്നിട്ടിറങ്ങിയ നിതീഷ് കുമാർ എന്നാൽ തനിക്ക് പകരം മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചതിൽ അതൃപ്തനാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി കൂടാതെ JDUവിൻ്റെ 12 MLA-മാരെ അടർത്തിയെടുത്ത തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കാൻ ലാലു പ്രസാദ് യാദവ് നീക്കങ്ങൾ നടത്തുന്നു എന്ന സൂചനകൾ അദ്ദേഹത്തിന് ലഭിക്കുകയും അത് തൻ്റെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗിനെ മാറ്റാൻ ഇടയാക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നിതീഷ് അതൃപ്തനാണ്. ആ സാഹചര്യം നിലനിൽക്കെ ഏറ്റവും ഒടുവിലായി സോഷ്യലിസ്റ്റ് നേതാവ്, ബീഹാറിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാവ് കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം കർപ്പൂരി ഠാക്കൂറിന്റെ ഏറ്റവും പ്രിയ ശിഷ്യരായ രണ്ടുപേരെ, ലാലു പ്രസാദ് യാദവിനെയും നിതീഷ് കുമാറിനെയും തമ്മിൽ പിണങ്ങാൻ ഇടവരുത്തിയിരിക്കുന്നു. സഖ്യം പിളരാൻ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന നൽകിയതിന് പിന്നാലെ പൊതുവേദിയിൽ വെച്ച് നിതീഷ് കുമാർ താനും കർപ്പൂരി ഠാക്കൂറും സ്വന്തം കുടുംബത്തിന് വേണ്ടി, അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി രാഷ്ട്രീയം പ്രവർത്തനം നടത്തിയവരല്ല എന്ന വിമർശനം ലാലു പ്രസാദ് യാദവിനെ ഉദ്ദേശിച്ച് തന്നെ നടത്തുകയും അതിന് മറുപടിയുമായി ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ രംഗത്ത് വരികയും ചെയ്തു. എക്സിലൂടെ കാറ്റുപോലെ രാഷ്ട്രീയം മാറുന്ന സോഷ്യലിസ്റ്റ് നേതാവാണ് നിതീഷ് കുമാർ എന്നും നിതീഷ് കുമാർ സ്വന്തം തെറ്റുകളും കുറ്റങ്ങളും അറിയാതെയാണ് മറ്റുള്ളവർക്ക് നേരെ ചെളി വാരിയെറിയുന്നത് എന്നുമുള്ള വിമർശനം നടത്തി. അത് ലാലുവോ തേജസ്വിയോ ഇടപെട്ടില്ലെന്ന വിമർശനം JDUവിനുണ്ട്. രോഹിണി സ്വന്തം ട്വീറ്റ് പിൻവലിച്ചു എങ്കിൽ പോലും നിതീഷ് കുമാർ ഈ മുന്നണി മാറുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കടന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിതീഷുമായി കഴിഞ്ഞ 48 മണിക്കൂറിനിടെ സംസാരിച്ചതായും പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ എന്താണ് ബീഹാറിൽ സംഭവിക്കുന്നത് എന്ന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തിയതായുമുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 2 ചർച്ചകൾ ബീഹാറിലെ പട്നയിൽ പുരോഗമിക്കുന്നു. ഒന്ന് JDUവിന്റെ നേതൃചർച്ചകൾ നിതീഷ് കുമാറിന്റെ വസതിയിലും മറ്റൊന്ന് റാബ്രി ദേവിയുടെ വസതിയിൽ RJDയുടെ ചർച്ചകളും നടക്കുകയാണ്. സർക്കാർ വീഴുകയാണെങ്കിൽ അത് രക്ഷിക്കാനുള്ള നീക്കങ്ങൾ RJDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ഉറപ്പാണ്. JDU MLA-മാരെ അടർത്തിയെടുക്കാൻ നീക്കങ്ങൾ ഉണ്ടാകും. അതിനായുള്ള ശ്രമങ്ങൾ നേരത്തെ ലാലു നടത്തിയതായുള്ള ആരോപണങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇന്ന് രാത്രിയും നിർണായക ചർച്ചകൾ ബീഹാർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ നടക്കും. 3 നേതാക്കളെ ബീഹാറിന്റെ ചുമതലയുള്ള BJP ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ, ഒപ്പം തന്നെ ബീഹാർ സംസ്ഥാന അധ്യക്ഷൻ സാമ്രാട്ട് ചൗധരി, ബീഹാറിൽ നിന്നുള്ള മുതിർന്ന നേതാവ് സുശീൽ കുമാർ മോദി എന്നീ നേതാക്കളെ ഡൽഹിയിലേക്ക്. ശരി ബൽറാം, ഏതായാലും ബീഹാറിലെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ കലുഷമാണ്. അനുനയ നീക്കങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ, നീക്കങ്ങൾ അതെല്ലാം ഇനി ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ബീഹാറിൽ നിന്നുള്ള റിപ്പോർട്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം വർക്കലയിൽ വീട്ടുകാരെ മയക്കി മോഷണം നടത്തിയ കേസിലെ പ്രതി കസ്റ്റഡിയിലിരിക്കെ മരിച്ചു. നേപ്പാൾ സ്വദേശി രാംകുമാറാണ് മരിച്ചത്. അയിരൂർ പോലീസ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കുഴഞ്ഞു വീണത്. അഖിൽ ഷാ അൻസാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽ ഷാ, എന്താണ് മരണകാരണം? സ്മിത, ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ വർക്കലയിൽ മോഷണ ശ്രമം നടന്നത്. അതായത് വീട്ടുകാരെ മയക്കി കിടത്തി മോഷണ ശ്രമം നടത്തുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് 2 പേരെ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. നേപ്പാൾ സ്വദേശിയായ ആളുകളായിരുന്നു ഈ 2 പേരും. അതിലൊരാളാണ് രാംകുമാർ എന്ന ആളാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലിരിക്കെ മരിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇവരെ പിടികൂടി കസ്റ്റഡിയിൽ എടുത്തിരുന്നു. എന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ മറ്റ് നടപടികളൊക്കെ കുറച്ച് കാലതാമസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് രാംകുമാറിനെ ഉൾപ്പെടെയുള്ള 2 പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത്. മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് ചില അസ്വസ്ഥതകൾ തോന്നുകയും അവിടെ കുഴഞ്ഞു വീഴുകയും ചെയ്തത്. പിന്നാലെ മരിക്കുകയായിരുന്നു. എന്തായാലും ദാരുണമായൊരു സംഭവം നടന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കാരണം മറ്റേതെങ്കിലും തരത്തിലാണ് ഉള്ളതെന്നുള്ള അന്വേഷണങ്ങളൊക്കെ പോലീസ് ഇഘട്ടത്തിൽ നടത്തിവരികയാണ്.
ശരി, അഖിൽ ഷാൻ സാറാണ് വിവരങ്ങളുമായി ചേർന്നത്. കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് പ്രതി മരിച്ചത്. കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇനി മറ്റു രീതിയിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അത് വരുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളിലേക്ക്. മുഖം കൊടുത്തില്ല, ഉപചാരങ്ങളില്ല, ഗവർണർ ഇടഞ്ഞു തന്നെ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറുടെ അസാധാരണ നീക്കമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം മാത്രം വായിച്ച് 1 മിനിറ്റ് 17 സെക്കൻഡുകൾക്കുള്ളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഭ വിട്ടു. മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരായ രൂക്ഷ വിമർശനത്തിന് തൊട്ട് താഴെയുള്ള ഭാഗമാണ് ഗവർണർ വായിച്ചത്. And now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounden duty to ensure that this essence is not diluted. Together, as part of this varied and beautiful nation, we will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. നിയമസഭയ്ക്ക് മുന്നിൽ പൂച്ചെണ്ടു നൽകി സ്വീകരിച്ചപ്പോഴും ഗവർണർ മുഖ്യമന്ത്രിക്ക് മുഖം നൽകിയിരുന്നില്ല. ഗവർണർ മടങ്ങിയതിനു പിന്നാലെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു. ഗവർണറുടെ നടപടി നിയമസഭയോടുള്ള അവഹേളനമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത്. അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമർശനവും ഇല്ല. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ പേടിച്ച് പ്രക്ഷോഭണം സമ്മേളനമാക്കി മാറ്റിയ ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻസൾട്ട് ഒന്ന് ഗവൺമെൻറ്റിന്, അത് അവരെന്നെ ഉണ്ടാക്കി വെച്ചതാണ്. 2 നിയമസഭക്ക് പ്രതിപക്ഷം ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നില്ല. പക്ഷേ അതിലേറെ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി, ഗവർണറുടെ പ്രസംഗം, അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ബഡ്ജറ്റ്, ബാക്കി കാര്യങ്ങൾ, ഇതൊക്കെ ചടങ്ങായി നടക്കുന്നു എന്നല്ലാതെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ഒരു ഇംപ്രഷനാണ് പൊതുവേ ഉള്ളത്. നയപ്രഖ്യാപനത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിക്കുന്നത്. പ്രഖ്യാപനം വായിച്ചതിന് തുല്യമെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. നയപ്രഖ്യാപനത്തിന് നിലവാരമില്ലാത്തതുകൊണ്ടാണ് ഗവർണർ വായിക്കാത്തതെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണുള്ളത്. കേന്ദ്രത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിർബന്ധിതമായ സാഹചര്യം ഉൾപ്പെടെ നയപ്രഖ്യാപനത്തിൽ വിവരിച്ചിട്ടുണ്ട്. NCERT പാഠപുസ്തക പരിഷ്കരണത്തിനും നയപ്രഖ്യാപനത്തിൽ വിമർശനമുണ്ട്. നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കായി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് സഭ വീണ്ടും ചേരും. അതിനിടെ നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കിയ നടപടിയിൽ ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ട എന്ന തീരുമാനത്തിലാണ് LDF. പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നത് അനുകൂലമായി കണ്ടാൽ മതിയെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഈ പലതരത്തിലാണ് ഈ ഗവർണറുടെ ഈ പെരുമാറ്റം അല്ലെങ്കിൽ അസാധാരണമായ പ്രവൃത്തി അതിനെക്കുറിച്ച് വരുന്നത്. LDFന്റെ തീരുമാനപ്രകാരമാകാം ഒരുപക്ഷെ മന്ത്രിമാർ കടുത്ത വിമർശനങ്ങളൊന്നും തന്നെ ഉന്നയിച്ചില്ല. എന്നാൽ അതത്ര തൃപ്തി ഉണ്ടാക്കുന്ന ഒരു നടപടിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതേസമയം പ്രതിപക്ഷം ഇതിന് മറുവാദമാണ് ഉന്നയിക്കുന്നത്. സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു അന്തർലീനമായി കിടക്കുന്ന ഒരു ധാരണ അതുണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയുന്നു. എന്താണ് ഇതിന് കാരണമാകുന്നത്? ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തിന് നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവർണർ സർക്കാരിനെതിരെ ഇത്രയധികം നിലപാട് കടുപ്പിക്കുന്നത്. ഈ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അംഗീകരിച്ചപ്പോൾ അതിൻ്റെ ആശ്വാസത്തിലായിരുന്നു സർക്കാർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നിയമസഭയിലേക്ക് എത്തിയത് മുതൽ നയപ്രഖ്യാപന പ്രസംഗം അവസാന പാരഗ്രാഫ് വായിച്ച് അവസാനിപ്പിക്കുന്നത് വരെ
ഗവർണറുടെ നിലപാട് ഗവർണർക്ക് സംസ്ഥാന സർക്കാരിനോട് വിയോജിപ്പുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിമർശനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉള്ളതുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തതല്ല. മറിച്ച് സംസ്ഥാന സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും പല വിഷയത്തിൽ ഗവർണർക്കുള്ള അതൃപ്തി അത് പരസ്യമായി തന്നെ നിയമസഭയ്ക്കുള്ളിൽ പ്രകടിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. അത് കേവലം മുഖ്യമന്ത്രിക്ക് ബൊക്ക നൽകിയപ്പോൾ മുഖത്തേക്ക് നോക്കുന്നതിനപ്പുറത്തേക്ക് ഭരണഘടനാ ബാധ്യത മാത്രം താൻ നിറവേറ്റുന്നു, അതിനപ്പുറത്തേക്ക് ഒരു സഹകരണത്തിനും ഒരു ഗവർണർ എന്ന നിലയിൽ താൻ ഇല്ല എന്നുള്ള ഒരു സന്ദേശം ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി അതിൻ്റെ രാഷ്ട്രീയ ഫോർമാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും നിലവിലിപ്പോൾ LDF പാർലമെന്ററി പാർട്ടി എടുത്ത തീരുമാനം, ആ യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗവർണറെ കടന്നാക്രമിക്കാൻ ഇനി പോകേണ്ട. കാരണം ഗവർണർ സംസ്ഥാന സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഏതെങ്കിലും ഭാഗം ഒഴിവാക്കിയിട്ടില്ല, സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അനാവശ്യമായി വിഷയം ചർച്ചയാക്കി കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് LDF കടക്കുന്നത് പല കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട്, അതിൽ നിയമസഭാ സമ്മേളനം അവസാനിക്കും വരെ ഗവർണറെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ളൊരു വശമൊക്കെ LDFനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇനി പ്രതിപക്ഷത്തിന്റെ നിലപാടിലേക്ക് കടന്നാൽ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെയും ഗവർണറെയും ഒരേപോലെ കുറ്റപ്പെടുത്തുകയാണ്. ഇതിന്റെ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഗവർണർ ഇന്ന് കാണിച്ച നടപടി അത് നിയമസഭയെ അവഹേളിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ പോലും ഗവർണറും സർക്കാരും തമ്മിലുള്ള നാടകം അതിൻ്റെ അന്ത്യം കുറിക്കുകയായിരുന്നു നിയമസഭയിൽ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പ്രതിപക്ഷ ആക്ഷേപം അല്ലെങ്കിൽ ആക്ഷേപം പ്രതിപക്ഷം ആ മട്ടിൽ ഉയർത്തുന്നതോടെ സർക്കാരിനെ കൂടി ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ള ലക്ഷ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം അതങ്ങനെ തുടങ്ങി വെച്ചു. ഇനി സ്വാഭാവികമായും വലിയ വിവാദ വിഷയങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് വരാം. ഗവർണറുടെ ഈ നടപടിയടക്കം പ്രതിപക്ഷം ആവർത്തിച്ച ഒരു ആയുധമാക്കി മാറ്റും. ഏതായാലും തിങ്കളാഴ്ചയാണ് ഇനി നിയമസഭ ചേരുക. സ്മിത. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്കാണ്. KM മാണിയുടെ ആത്മകഥ പ്രകാശനം ചെയ്തു. അന്തരിച്ച മുൻ ധനമന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ KM മാണിയുടെ ആത്മകഥ പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. എതിർമുന്നണിക്കാർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് KM മാണിക്ക് സ്വന്തം മുന്നണിയിൽ നിന്ന് നേരിടേണ്ടി വന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1975 രാജ്യത്താകെ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ, അതിനുശേഷം കേരളത്തിലെ മുന്നണിയിൽ ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകളും മാറ്റങ്ങളും എന്നിവയെക്കുറിച്ചെല്ലാം ശ്രീ KM മാണിക്കുള്ള അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി ഈ ആത്മകഥയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ആത്മകഥ എഴുതുമ്പോൾ KM മാണി ശ്രദ്ധിച്ചിരുന്നു എന്ന് ജോസ് കെ മാണി. എല്ലാം എഴുതുന്നുണ്ടോ അച്ചാച്ച എന്ന് ഞാൻ ചോദിച്ചു. എന്നെ നോക്കിയിട്ട് പറഞ്ഞു, വസ്തുതകൾ എല്ലാം ഉണ്ട്, പക്ഷെ ആരെയും വേദനിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകില്ല എന്നാണ് സൗമ്യമായി അച്ചാച്ചൻ എന്നോട് പറഞ്ഞത്. ഒരു മകൻ എന്ന നിലയ്ക്ക് ഞാൻ എന്താകണം, എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്നൊരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. KM മാണിയുടെ ആത്മകഥയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ മറുപടി പറയാതെ രമേശ് ചെന്നിത്തല. താൻ പുസ്തകം എഴുതുമ്പോൾ മറുപടി പറയാമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അത് യാഥാർത്ഥ്യം പുസ്തക രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് തരും. അത് പറയാം. അതിപ്പോ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുസ്തകം അത് വായിക്കും. എല്ലാം ആ സമയത്ത് പറയാം അല്ലേ? വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുന്നുണ്ട്. പ്രതീഷ്, ഇക്കാര്യത്തിൽ ഒരു വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലൊരു വിമർശനത്തിനൊന്നും രമേശ് ചെന്നിത്തല മുതിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിപ്പോൾ ഇങ്ങനെയൊരു കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ചർച്ചയിലേക്ക് പോകാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ KM മാണി എന്നുള്ള നേതാവിനോടുള്ള ഒരു ബഹുമാനം, ആദരവ്, അതൊക്കെ തന്നെയാകാം ഇതിന് കാരണമാകുന്നതല്ലേ ഇത്തരത്തിലൊരു പ്രതികരണം? സ്മിത, KM മാണിയുടെ ആത്മകഥ പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആത്മകഥയിലെ ചില ഉള്ളടക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു. കാരണം KM മാണിക്കെതിരെ ബാർക്കോഴ കേസിൽ അന്വേഷണം നടത്താൻ കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടു എന്നതാണ് പ്രധാനമായും ഈ ആരോപണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ ആത്മകഥയിൽ ഉള്ളടക്കത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷമടക്കം ഇത് രാഷ്ട്രീയ ആയുധമാക്കി അല്ലെങ്കിൽ അത്തരത്തിൽ ഉയർത്തിക്കാണിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും K. ബാബു
ബാബുവിനെയും അടക്കമുള്ള നേതാക്കൾക്കെതിരെയാണ് ചില പരാമർശങ്ങളുള്ളത്. ഈ പരാമർശങ്ങളുള്ള ഈ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി കെ എം മാണിയുടെ ആത്മകഥ നിയമസഭയിൽ പ്രകാശനം ചെയ്തത്. പക്ഷേ ഈ ആത്മകഥയിലെ ഉള്ളടക്കങ്ങളുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണിയോ മറ്റ് കേരള കോൺഗ്രസ് നേതാക്കളോ ഒന്നും തന്നെ മറ്റ് വിവാദ പ്രതികരണങ്ങൾക്ക് മുതിർന്നിരുന്നില്ല. പക്ഷേ ഈ ഉള്ളടക്കങ്ങൾ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ അത് കോട്ട് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനമായും സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ കെ എം മാണിക്ക് തിക്ത അനുഭവം ഉണ്ടായി എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മുന്നണി ബന്ധങ്ങൾ എങ്ങനെ ആയിരിക്കരുത് എന്ന് ഈ ആത്മകഥയിലൂടെ നമുക്ക് വ്യക്തമാകാൻ കഴിയുന്നുണ്ട്. എതിർ മുന്നണിയിൽ നിന്ന് പോലും ഉണ്ടാകാത്ത കാര്യം സ്വന്തം മുന്നണിയിൽ നിന്ന് കെ എം മാണിക്ക് ഉണ്ടായി എന്നതടക്കമുള്ള ചില പരാമർശങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ജോസ് കെ മാണി പ്രകാശന ചടങ്ങിൽ പറഞ്ഞത് വസ്തുതകൾ മാത്രമാണ് ഈ ആത്മകഥയിലുള്ളത്. പക്ഷേ ആരെങ്കിലും വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ ആത്മകഥയിൽ ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശങ്ങളൊന്നും തന്നെ ആത്മകഥയിൽ ഉണ്ടായിരിക്കില്ല എന്ന് കെ എം മാണി നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെന്നും ജോസ് കെ മാണി പറയുന്നുണ്ട്. മാത്രമല്ല ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ ഉള്ളത് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയായിരുന്നു. ഈ ആരോപണങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാൻ രമേശ് ചെന്നിത്തല ഇന്ന് തയ്യാറായതുമില്ല. കാരണം താൻ ഒരു ആത്മകഥ എഴുതും, ആ ആത്മകഥയിലൂടെ ഇതിന് മറുപടി പറയുമെന്നുള്ള ഒരു പ്രതികരണം മാത്രമാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എത്തിയത്. എം ജി പ്രതീഷാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ലോങ് ലൈഫ്, കാലങ്ങളോളം നിൽക്കും.